BBC-ക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളുമായി ആദായനികുതി വകുപ്പ്. ഔദ്യോഗിക വരുമാനവും രാജ്യത്തെ പ്രവർത്തനവും തമ്മിൽ യോജിക്കുന്നില്ല. വിദേശ സ്ഥാപനങ്ങളുമായുള്ള ചില പണമിടപാടുകൾക്ക് നികുതി അടച്ചിട്ടില്ലെന്നും ആദായനികുതി വകുപ്പ് കണ്ടെത്തി. ഡൽഹി, മുംബൈ ഓഫീസുകളിൽ 3 ദിവസത്തോളം നീണ്ട പരിശോധനയ്ക്ക് ശേഷമാണ് ആദായനികുതി വകുപ്പ് ഇക്കാര്യം അറിയിച്ചത്. BBC-യുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി തെളിവുകളാണ് ആദായനികുതി വകുപ്പ് ശേഖരിച്ചത്. BBC ഗ്രൂപ്പിന്റെ വിദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചില പണമിടപാടുകൾക്ക് നികുതി കൃത്യമായി അടച്ചിട്ടില്ലെന്നും ആദായനികുതി വകുപ്പ് കണ്ടെത്തി. സ്ഥാപനം കാണിക്കുന്ന ലാഭവും രാജ്യത്തെ പ്രവർത്തനങ്ങളുടെ സ്കെയിലിലും ആനുപാതികമല്ലെന്ന് വകുപ്പ് ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിലെ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിച്ച വരുമാനം വിദേശത്തേക്ക് വകമാറ്റി. രേഖകളും കരാറുകളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ BBC ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വൈകിപ്പിച്ചതായും വാർത്താക്കുറിപ്പിൽ പറയുന്നു. രാജ്യാന്തര നികുതി, BBC ഉപകമ്പനികൾ തമ്മിലുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട ട്രാൻസ്ഫർ പ്രൈസിംഗ് രീതി എന്നിവ സംബന്ധിച്ചാണ് BBC ഓഫീസുകളിൽ പരിശോധന നടത്തിയതെന്നാണ് വിവരം. BBC-യുടെ മുംബൈ, ഡൽഹി ഓഫീസുകളിൽ ചൊവ്വാഴ്ച രാവിലെ 11-ന് ആരംഭിച്ച പരിശോധന വ്യാഴാഴ്ച രാത്രിയോടെയാണ് പൂർത്തിയായത്. BBC ഇന്ത്യയുടെ 2012 മുതലുള്ള സാമ്പത്തിക രേഖകളുടെ സർവേയാണ് നടന്നതെന്നാണ് ആദായനികുതി വകുപ്പ് അറിയിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഗുജറാത്ത് കലാപത്തെയും പ്രതിപാദിക്കുന്ന BBC ഡോക്യുമെന്ററി പുറത്തിറങ്ങിയതിനു പിന്നാലെയാണ് പരിശോധന എന്നത് ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഇടയാക്കി. ജീവനക്കാരുടെ മൊഴികളിൽ നിന്നും ഡിജിറ്റൽ തെളിവുകൾ, രേഖകൾ എന്നിവ പരിശോധിച്ചതിൽ നിന്നും നിർണായക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്നും BBC-ക്കെതിരായ നടപടികൾ തുടരുമെന്നും വകുപ്പ് വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് BBC ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.